നീ പറ. അതെന്താ നിനക്കൊന്നും പറയാനില്ലേ? നീ പറയാൻ. എന്നാ പിന്നെ നമുക്കൊരു കളി കളിച്ചാലോ? എന്ത് കളി? ട്രൂത്ത് ഓർ ഡെയർ. അയ്യടാ, നിന്റെ ചാട്ടവേ എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇല്ല ഇല്ല ഇല്ല, നല്ല രസമായിരിക്കും. വാ പ്ലീസ്. ശരി. ആ എന്നാ പിന്നെ ട്രൂത്ത് ഓർ ഡെയർ. ട്രൂത്ത്. ആ ഞാനും നീയും ഒരു റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുക. അപ്പൊ ആദ്യം നീ എന്ത് ചെയ്യും? എണീറ്റ് പോവാന്ന് പറയും. എത്ര നേരം എന്ന് വെച്ചാ റൂമിൽ തന്നെ ഇരിക്കുന്നത്? എടി രാത്രി ഇങ്ങനെ നല്ല ഉത്തരം പറയണ്ടേ? ആണോ? എന്നാ പിന്നെ ഞാൻ ചോദിക്കും. ആ നീ ചോദിച്ചു ഞാൻ കാണിച്ചാലേ എങ്ങനെ ഉത്തരം പറയണമെന്ന്. ഇവിടെ ആരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നീ ഇവിടെ വന്നാ എന്ത് ചെയ്യും? ആ അപ്പൊ ഞാനുണ്ടല്ലോ, ഞാൻ ആദ്യം പറയണ്ട ചെയ്ത് കാണിച്ചാ മതി. ഇവിടെ ആരും ഇല്ല. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ഓക്കെ. ദൈവമേ, ഇത് കൊള്ളാല്ല, ഇത്ര പെട്ടെന്നാ. ഈശ്വര, എല്ലാം നല്ല രീതിയിൽ നടന്നൊരു ക്ഷണപ്രശ്നം ഒട്ടേക്ക്. ഇവളെന്തിനാ റൂമിൽ ഏണിയൊക്കെ വെച്ചിരിക്കുന്നത്? ഡബ്ല്യു ഫാന. ഞാൻ വന്ന്. എന്തൊരു ചൂടാണല്ലേ, ടു ഹോട്ട്. വയറിന് എന്തോ ഒരു ബൈക്ക് ക്ലബ്യം പോലെ. ഞാൻ പെട്ടെന്ന് ബാത്റൂം പോയിട്ട് ഗ്യാസ് പോയി. കുളിച്ചിട്ടാണോ വന്ന്? പിന്നെ ഹൈജീൻ മാറ്റേഴ്സ് എന്നല്ലേ. കുളിച്ചാ മതിയായിരുന്നു. നോട്ട് തന്നെ. വന്നിട്ട് എന്തൊക്കെയോ ചെയ്യുമെന്നൊക്കെ കേട്ടു. പെട്ടെന്ന് വന്നപ്പോ എന്തോ ഒരു ഇത്. ഏത്? ഇല്ല, സെറ്റാണ്. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട്. ത്രില്ലായി. അടയ്ക്ക്. ഓക്കെ. ഇതെന്ത്? സ്ക്രൂ ഡ്രൈവർ, ഏണി, ഇതൊക്കെ എന്തിന്? നല്ല ചൂടല്ലേ, ആ എ സി ഒന്ന് ശരിയാക്കും. ചൂടത്തൊക്കെ എങ്ങനാ? ഇങ്ങനൊന്നും പറയല്ലേ പെണ്ണിങ്. തോ ടൈമില്ല, പെട്ടെന്ന്. ഓ അവൾക്ക് ധൃതിയായി. എ സി ഞാനിന്ന് പണിയും. സെറ്റ് ശരിയായി. ശുഭലക്ഷണം ഉണ്ട്. ഈ റൂം മൊത്തം പൊടിയാ. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ രാവിലെ തുമ്മിക്കൊണ്ടിരിക്കേണ്ടി വരും. നിനക്ക് ഞാൻ വരുന്നതിന് മുന്നേ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചൂടെ? ഞാൻ അറിയുന്നില്ല നീ ഇങ്ങനെ പറഞ്ഞു വരുന്നു. അത് പിന്നെ ശുഭകാര്യങ്ങൾ വൈകിപ്പിക്കാൻ പാടില്ല എന്നാണല്ലോ. എന്നാ പിന്നെ ഞാനൊന്ന് അടിച്ചു വരാം. എന്നാ പെട്ടെന്ന് അടിച്ചു വാര്. ഞാൻ വെയിറ്റ് ചെയ്യാം. അത്ര പൊടിയൊന്നും ഇല്ലായിരുന്നു, സാരമില്ല. എന്തൊരു സ്ലോ മോഷൻ ഇത്. ഇങ്ങത്താ, ഞാൻ തൂക്കാം, അല്ലെങ്കിൽ നാളെ ആവും ഇത്. തീർന്നിട്ടില്ല. അടുക്കള കുറച്ച് പാത്രങ്ങളൊക്കെ അതുകൂടെ കഴുകണം. അതൊക്കെ നാളെ കഴിയപ്പോലെ, ടൈമില്ലേ? ഇല്ല, അത് കഴുകില്ല, എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. ഇന്ന് തന്നെ ചെയ്യണം. എനിക്കും ഇത് പിടിക്കും. ഞാൻ തന്നെ കഴുകാം, എനിക്ക് വീണ്ടും 2 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു മാസത്തെ പാത്രമുണ്ട്, പാത്രമേ കഴുകാറില്ലെന്ന് തോന്നുന്നു. അപ്പൊ ഇതൊക്കെ ചെയ്യാൻ അറിയാല്ലേ? എന്റെ ആവശ്യമായി പോയി, അതുകൊണ്ട്. ഗുഡ് ബോയ്. ഇനി വല്ലതും ബാക്കിയുണ്ടോ? നീ എന്തിനാ ഓർമ്മിപ്പിച്ച? ഇല്ല ഒന്നും ഓർമ്മിച്ചില്ല. മറന്നോളാം. അമ്മ മൊത്തം മടക്കി വെക്കാൻ പറഞ്ഞിട്ടാ പോയത്. ഇത്രയും തുണിയാ? ഇതെന്ത് തുണിക്കട ഇവിടെ? ഇതിന് ഞാൻ ഒറ്റയ്ക്ക് മടക്കണമല്ലോ. അല്ലെങ്കിൽ പിന്നെ മോളാണല്ലോ എല്ലാം ചെയ്തത്. അവിടെ ഇരി, ഞാൻ ചെയ്തിട്ട് വരാം. കഴിഞ്ഞു. ബാത്റൂം കഴുകിയില്ല. മാറാല തൂക്കില്ല. നല്ലോണം അവിടെ വെള്ളം. അതെ, ഇങ്ങനെ ഇരുന്നാ മതി. അതാ, ഇങ്ങനെ ഇരുന്നാ മതിയാ. എനിക്ക് ക്ഷീണമൊന്നുമില്ല. നേരം വെളുത്ത് പോണ്ടേ? നേരം വെളുത്താ? അച്ഛനമ്മ ഇപ്പൊ ഞാൻ രാത്രി ട്രൂത്ത് ഓർ ഡെയർ അത് കളിച്ചത് നന്നായി. അതുകൊണ്ട് എന്റെ പണി പകുതി കുറഞ്ഞു കിട്ടി. സോ സ്വീറ്റ്. ഓടി ഓടുന്നു. സ്വീറ്റ് അല്ല, സ്വെറ്റ്. വേർത്ത് കുളിച്ചു ഞാൻ അതുകൊണ്ടല്ലേ പറഞ്ഞത് പോകുമ്പോ കുളിച്ചാൽ മതിയായിരുന്നു. ഓ അതാണല്ലേ ഉദ്ദേശിച്ചത്. അപ്പൊ എങ്ങനെ പോണ്ടേ? പിന്നെ പോവാതെ ഇനി ഇവിടെ ഇരുന്നിട്ടല്ലേ കാര്യമൊന്നുമില്ലല്ലോ. പൊക്കോ പൊക്കോ.
ട്രൂത്ത് ഓർ ഡെയർ ഇന്ന് കളിക്കണ്ടേ? ട്രൂത്ത് ഇനി ഒരു കളിക്ക് ഞാനില്ല. അപ്പൊ ശരി. ചാച്ച പുറത്ത്. അപ്പൊ ഇന്നത്തെ പണി ഇനിയിപ്പോ നാളെ ഒന്ന് ഉറക്കണിട്ടിട്ടാലേക്ക്.